നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമേ 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 അയ്യോ ശ്യാമേ 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 മോളെ ശ്യാമേ 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 അയ്യോ മോളെ 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 ശ്യാമേ ശ്യാമേ മോളെ ശ്യാമേ ബോധം പോയല്ലോ അയ്യോ ചോര മോളെ ശ്യാമേ കണ്ണു തുറക്ക് മോളെ ശ്യാമേ ഈ ടാബ്ലറ്റ് കണ്ടോ? ഇതൊരെണ്ണം ഒള്ളിച്ചെന്ന കഴിച്ച ആള് പോലും അറിയാതെ ആളുടെ ജീവനങ്ങ് പറന്നു പോയിക്കോളും. ഈശ്വര, അപ്പൊ ശ്യാമയാണോ ആ ടാബ്ലറ്റ് കഴിച്ചത്? അയ്യോ ശ്യാമേ ശ്യാമേ പൊന്നി പെട്ടെന്ന് കൊണ്ടുവാ ശ്യാമേ അച്ഛാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടു നോക്കടാ പെട്ടെന്ന് ശ്യാമേ 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 എടാ നമ്മൾ സമയം കളയാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എടുക്ക് ശ്യാമേ മോളെ അയ്യോ കെട്ടിക്ക് മോനെ മോനെ സൂക്ഷിച്ച് പോവാമേ നീ അങ്ങോട്ടാടാ വയ്യാത്ത കാലം കൊണ്ട്? അല്ല ഞാനും കൂടി ഹോസ്പിറ്റലിൽ പോവാന്ന് വെച്ചിട്ടാ. വേണ്ടടാ, രോഹിത് ഉണ്ടല്ലോ, റെസ്റ്റ് എടുക്കാനല്ല ഡോക്ടർ എന്നോട് പറഞ്ഞേക്കുന്നേ. മോളെ ശ്യാമേ അവക്ക് എന്താടാ പറ്റിയേ? സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോ തല ചുറ്റിയിട്ടുണ്ടാവും. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ ആൾക്ക് ചെറിയൊരു മയക്കം ഉണ്ടാകും. നാഡീവ്യൂഹത്തെ വിഷം ബാധിക്കുന്നത് കൊണ്ട് അത് നിലവിട്ടുള്ള ഉറക്കത്തിലേക്ക് പോകും. ആ ഉറക്കത്തിനിടെ ആള് പോലും അറിയാതെ ഹൃദയം പണി മുടക്കും. ഈശ്വര, മോളെ ശ്യാമേ ശ്യാമേ മോളെ മോളെ ഒന്നുമില്ല മോളെ ഒന്നുമില്ല. രോഹിത് ഒന്ന് വേഗം പോടാ മോളെ ശ്യാമേ. അയ്യോ മോളെ ശ്യാമേ അയ്യോ എന്ത് പറ്റി കുഞ്ഞ്? മുടന്തിയാണല്ലോ നടക്കുന്നത്. ആ വെറുതെ ഒന്ന് മുടന്തി നടന്ന എങ്ങനെ ഇരിക്കും നോക്കിയതാ. അയ്യോ കാലിലെത്താ ബാൻഡേജ് ഒക്കെ ആയിട്ട്. ഒരു രസത്തിന് കെട്ടിയതാ. എന്റെ പിള്ളച്ചേട്ട ഒന്ന് അകത്തേക്ക് പോവോ? വിശേഷമൊക്കെ അകത്തുള്ളവർ പറഞ്ഞുതരും. ചേടാ ഇതെന്താ കുഞ്ഞ് ഇങ്ങനെയൊക്കെ? ഞാൻ കാര്യം അറിയാൻ. പിള്ളച്ചേട്ടാ പ്ലീസ്.
ഡോക്ടർക്ക് അറിയാമോ ഈ കുട്ടിയെ? ശ്യാമയ്ക്കിനി ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാനാവില്ല. ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ശ്യാമയ്ക്ക് കൊടുക്കുമേ. നമ്മളെ 4 പേരിൽ ഒതുങ്ങണം ഇക്കാര്യം. തല പോയാലും ഇക്കാര്യം മറ്റൊരാൾ അറിയരുത്. നന്നായി അറിയാം. എന്താ ഈ കുട്ടിക്ക്? സ്റ്റെപ്പിൽ നിന്ന് തല കറങ്ങി വീണതാണെന്നാ പറഞ്ഞേ. പക്ഷേ സെലിൻ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോ വേറൊരു കാര്യ പറഞ്ഞേ. മാരകമായൊരു വിഷാംശം കുട്ടിയുടെ ഉള്ളിൽ കടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായ തല കറങ്ങി വീണത്. എന്നിട്ട് ആന്റിഡോസ് കുത്തിവെച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് അതിവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോ വീഴ്ചയിലുണ്ടായ ആഘാതം എത്രമാത്രം ഉണ്ടെന്നറിയില്ല. അത് പരിശോധിക്കാനാ ഡോക്ടർ റെഫർ ചെയ്തത്. പിന്നെ പോലീസിൽ അറിയിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കണം. ഡോക്ടറാണല്ലോ സീനിയർ. ശാലിനി മടങ്ങി എത്തിയല്ലോ. ഇനി കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായിട്ട് ശ്യാമ പോലീസിൽ അറിയിക്കണ്ടേ ഡോക്ടർ? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം. മോനെ, എടാ ഒന്നും സംഭവിക്കില്ല. ദേ ഞാനാ പറയുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.